ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 6 ഓഫ് ആ 21 ഡേയ്സ് ചാലഞ്ച് ആണ്. അപ്പോൾ ഇന്നലെ ഡേ 5 എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാൻ മെമ്മറി ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പോയി ക്ലിയർ ചെയ്തതും കംപ്ലീറ്റ്ലി എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഈവൻ ട്രാഷൊന്നും കൂടി അത് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് റിട്രീവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 6th ഡേ ആണ്. അപ്പം എനിക്ക് ക്ലാസ്സുള്ളൊരു ഡേ ആയിരുന്നു. സോ ഞാൻ മോർണിംഗ് ക്ലാസ് പോയി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റഡി സെഷൻ ഞാൻ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തത്. സോ അതിൻ്റെ ഫുട്ടേജസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ റീഡിങ്ങും കറണ്ട് അഫയേഴ്സും, അതുപോലെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആ റൂളേഴ്സിനെ കുറിച്ചുള്ള ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഇതൊക്കെ. അപ്പം അത് ഒന്നും കൂടെ അവിടെ പോയിട്ട് പഠിച്ചു. ആൻഡ് അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്തിട്ടാണ് ഒരു 6 o'clock കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം 8 o'clock വീണ്ടും ഇതാ മാത്സ് ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാനുള്ള ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം എല്ലാ ഫുട്ടേജസും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് പോയതുകൊണ്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് മാത്രമല്ല. ഞാൻ ആക്ച്വലി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും പഠിക്കുന്നതിൻ്റെ ഇടയിൽ വില്ലനായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അതായത് പഠിക്കാൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരിക. ബുക്കും ഈ ഉറക്കവും അധികം ആൾക്കാരും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉറക്കം ഇല്ല, അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതിന് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്ന ഇതായി വലിയൊരു ഗൈഡ് പിടിച്ചോളൂ എന്നുള്ള ഷോർട്സും മീംസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ട്രോളൊക്കെ. സോ അതുപോലെ ഒരു പ്രശ്നം എനിക്കും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക തമ്പനയിൽ കണ്ടിട്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ സ്റ്റഡീസ് കഴിഞ്ഞ് നേരെ വർക്കിന് പോയി. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും എഫേർട്ട് എടുക്കേണ്ട. നമുക്ക് ഓൾറെഡി അറിയുന്ന ടോപ്പിക്കാണ്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. സോ ഇത്രയും എഫേർട്ട് എടുക്കേണ്ട, ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട. ഇവിടെ നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിക്കേണ്ട. അപ്പം എല്ലാവർക്കും എല്ലാ സബ്ജക്ട്സും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ ഒന്നുമില്ല. അത് മാറുന്നതിനനുസരിച്ച് നമുക്ക് ബോറടിക്കുമ്പോഴാണല്ലോ നമുക്ക് ഉറക്കം വരുന്നത്. അങ്ങനത്തെ പ്രശ്നം എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ ചെയ്ത കുറച്ച് ടിപ്സ്, ഇതിന് എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ റുട്ടീനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് തന്നെ വരുത്താൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാട്ടോ. ചൂസ് എ പ്രോപ്പർ സ്റ്റഡി സ്പേസ് അല്ലെങ്കിൽ ഏരിയ എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 1. അതായത് നമ്മൾ അങ്ങനെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്പേസ് സെറ്റ് ചെയ്യുന്ന, ഒരു കോർണർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനുള്ള ഒരു മെസ്സേജാണത്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് പഠിക്കണം, ഐ ഷുഡ് കോൺസെൻട്രേറ്റ്, എനിക്കൊരു 100% അല്ലെങ്കിൽ 101% അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഏരിയ സെറ്റ് ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്റ്റഡി റൂമിന് എടുത്ത് പറയാത്തതിൻ്റെ റീസൺ എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പം നിങ്ങളുടെ റൂമിൽ ഫ്രീ ആയിട്ട്, നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് അല്ലെങ്കിൽ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാം. അപ്പം ചിലർക്ക് അത് ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മുടെ ബെഡ്റൂമിൽ തന്നെയായിരിക്കും, ഒരു കോർണറിലായിരിക്കും ആ ഒരു സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിൽ ആ ഒരു എൻവയൺമെൻറ്റും അങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പം ആപ്സോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് ആവശ്യമില്ലാതെ കയറ്റി വെക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്പേസിൽ ഇരുന്നാൽ നമുക്ക് കാണാനും റീഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ എല്ലാം അവൈലബിൾ ആക്കി വെച്ചിട്ടുള്ളൊരു സെറ്റിംഗ്, ഒരു ഷെൽഫൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ എവിടെയും പോയിട്ട് ബുക്സ് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിങ് കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുക. അത് ഞാൻ പറഞ്ഞ ഒരു ടേബിളും ഒരു ചെയറും കൂടെ ഓഫ്കോഴ്സ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അല്ല, നിങ്ങൾ ഒരു ചെറിയ ബെഡ് ടേബിൾ വെച്ചിട്ട് ഫ്ലോറിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നതെങ്കിലും ദാറ്റ്സ് ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ സൺലൈറ്റും വെന്റിലേഷനും ഉള്ള ഒരു ഏരിയ ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രെയിനും അതുപോലെ തന്നെ ഫോഗി ആൻഡ് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പക്ഷേ കംഫർട്ടബിൾ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാനുള്ള വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഷുഡ് നോട്ട് ബി ടു കംഫർട്ടബിൾ എന്നുള്ളത്. കാരണം ഓവർ കംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു എയർ കണ്ടീഷൻ റൂം അല്ലെങ്കിൽ ഒരു ബെഡിലൊക്കെ ഇരുന്ന് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം
ഹൈ സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആർക്കായാലും ഉറക്കം വരും. ഞാൻ പറഞ്ഞു സീറ്റിംഗ് ഒരു പ്രോപ്പർ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ ആയിരിക്കണം, അല്ലാതെ ഒരു സോഫയൊക്കെ ആണെങ്കിൽ നമ്മൾ പതിയെ ഇരിക്കും, കാല് നീട്ടിയിരിക്കും, പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങും എന്നുള്ളത് ഷുവറാണ്. അപ്പം അങ്ങനെ തൊട്ടടുത്ത് ബെഡോ അല്ലെങ്കിൽ സോഫാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുക. ഇനി ഈവൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ പോയിരുന്ന് പഠിക്കാതിരിക്കുക. നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ചെയറിലിരുന്ന് പഠിക്കുക. അങ്ങനൊരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തെ ഒരു പരിധി വരെ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാൻ പറ്റും. അടുത്ത കാര്യം എന്നുള്ളതാണ് റെഗുലറായിട്ട് ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത് എൻ്റെ ടിപ്പല്ല കേട്ടോ, എൻ്റെ ഒരു നെയ്ബർ ഒരു റാങ്ക് ഹോൾഡറാണ്. ഇപ്പം നെക്സ്റ്റ് മന്തിൽ ആൾ ജോബിൽ കയറാൻ പോകണം. അഡ്വൈസ് ലെറ്റർ ഒക്കെ ആളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അയാൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്പാണ്. അയാൾ വർക്ക് ഫ്രം എന്താ പറയുക, സെൽഫ് സ്റ്റഡിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റഡി ഫ്രം ഹോം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് ചേച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് പറ്റില്ല, കാരണം എനിക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് ക്ലാസ് ഉള്ളത്. അതുപോലെ തന്നെ ബേബി ഉണ്ടാവും, സോ ടോഡ്ലറാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ടൈമൊക്കെ അതിനനുസരിച്ച് മാറിയിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരു 7 to 8 hours ഞാൻ ടാർഗറ്റ് വെക്കും. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും, ഇനി ഈവൻ രാവിലെ പറ്റിയില്ലെങ്കിൽ രാത്രിയെങ്കിലും ഉറക്കം ഒഴിഞ്ഞ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സോ നിങ്ങൾ റെഗുലർ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ എന്തായാലും നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ റെഗുലർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കുക. അത് വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് ആ ചേച്ചി പറഞ്ഞത്. സോ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് 4th ടിപ്പ്. അതിനകത്ത് നിങ്ങളിപ്പോൾ പഠിക്കാൻ ഒരു മൂഡും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. സോ നിങ്ങളുടെ മൂഡ് പതിയെ അതിലേക്ക് വരും. ഇനി അല്ലെ നിങ്ങൾ ഓൾറെഡി പഠിച്ച് നിങ്ങൾ തറോ ആയിട്ടുള്ള ഒരു ഏരിയയും ചെറിയൊരു മോക്ക് ടെസ്റ്റ് എടുക്കുക. ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ നോക്കി നോക്കി പോയാലും മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആവും, നിങ്ങൾ ഹാപ്പി ആവും. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മൂഡിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റോട് നിങ്ങൾക്ക് മെല്ലെ പഠിക്കാൻ പറ്റുന്നതാണ് അടുത്ത കാര്യം. ഇനി മാത്സൊക്കെ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് മാത്സ്. അപ്പം യൂഷ്വലി എനിക്ക് ഉറക്കം വരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർനൂൺ 2 o'clock 3 o'clock ഒക്കെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് മാത്സ് എടുത്ത് ചെയ്യും. അപ്പം എനിക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരാറില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തു വിടുന്നത്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാണെന്ന്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2-3 റൗണ്ട്സ് വീട്ടിൻ്റെ അകത്ത് കൂടെ തന്നെ നടക്കുക. ഇനി നിങ്ങൾക്ക് ബാൽക്കണി ഉണ്ടെങ്കിൽ അതിലൂടെ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു 5 minutes മാക്സിമം ഒന്ന് നടന്നു വരിക. അല്ലെങ്കിൽ പേരൻസോ സിബ്ലിങ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് വരിക. 5 minutes കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ വന്ന് വീണ്ടും പഠിക്കാനിരിക്കുക. അതും ഉറക്കം ഒരു പരിധി വരെ നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും വീണ്ടും ഇല്ല ഉറക്കം വരുന്നില്ല, ഞാൻ കുറച്ചും കൂടി വായിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനെ കൂടുതൽ ടയേർഡ് ആക്കുകയുള്ളൂ. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ആരും സംസാരിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ പുറത്ത് പോയി നടന്നു വരാനൊന്നുമുള്ള മൂഡൊന്നുമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാവാം, അല്ലെങ്കിൽ ഈവൻ പെറ്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് സ്കിൻ കെയർ ആയിരിക്കും ഇഷ്ടം, ഹെയർ കെയർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഒരു 10 to 15 minutes വരെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പം എനിക്ക് സ്കിൻ കെയർ ആണ് ഞാൻ പേഴ്സണലി കൂടുതൽ അഡോപ്റ്റ് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും സ്കിൻ കെയർ റിലേറ്റഡ് അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പോയി ചെയ്യും. അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ട് ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes എടുത്ത് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് വന്നിരുന്ന് പഠിക്കാൻ വരും. അല്ലെങ്കിൽ എനിക്കിവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഒരു 4 to 5 ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫിഷ്. അപ്പോൾ അതിനോട് ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത്, അപ്പോഴും ഞാൻ ഇവരെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാനൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പം സ്കിൻ കെയറും അല്ലെങ്കിൽ പെറ്റ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് മെയിൻലി ഞാൻ ചെയ്യാറ്, വീട്ടിൽ വേറെ ആരും ഇല്ലെങ്കിൽ. അങ്ങനെ ചെയ്യുമ്പോഴും എൻ്റെ ഉറക്കം എവിടെയോ പോകാറുണ്ട്. ദെൻ നെക്സ്റ്റ് തിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു പിന്നെയും ഉറക്കം വരുന്നു. ഇനി എന്താ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. യെസ്, ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. അതായത് നമ്മുടെ ബോഡി അത്രയും ടയേർഡ് ആയതുകൊണ്ട് ബോഡി തരുന്നൊരു സൈനാണ്. നമ്മൾ ഇങ്ങനെ ആവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വീണ്ടും ഉറക്കം തൂങ്ങി ഇരിക്കുകയാണെങ്കിൽ അത് ബോഡി ജസ്റ്റ് നമുക്ക് തരുന്നൊരു സൈനാണ്, നമ്മൾ ടയേർഡാണ്, ബോഡി ടയേർഡാണ് എന്നുള്ളത്. ഇറ്റ് നീഡ്സ് റെസ്റ്റ്. സോ നമ്മൾ ആ സമയം അതിന് കൊടുക്കുക. ഞാൻ പറയുന്നത് ഒരു പവർ നാപ്പ് എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ പോത്തുപോലെ കുറേ സമയം കിടന്നുറങ്ങുക എന്നുള്ളതല്ല. അപ്പം ചിലർക്ക് സംശയം ഉണ്ടാവും, കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കൂലല്ലോ, ജസ്റ്റ് അങ്ങനെ ഉറങ്ങിപ്പോയില്ലെന്ന്. അതില്ല കേട്ടോ. പവർ നാപ്പ് എടുക്കുന്ന സമയത്ത് ഒരു 1/2 hour നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക.
ഇനി അത് സ്റ്റഡി ടേബിളിൽ ചെയറിൽ തന്നെ ഇരുന്നിട്ട് ടേബിളിൽ തല വെച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് പോയി കിടന്നുറങ്ങാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ പവർ നാപ്പ് ആയിരിക്കണം. അത് മാക്സിമം പോയാൽ 30 മിനിറ്റ്സ് അത്രേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എണീക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണേ എന്നുള്ളത്, പഠിക്കാനുണ്ട് എന്നുള്ളത്. ഇനി അല്ല, ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ പേരൻസിനോടോ ഒക്കെ പറയാം. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യണം, ഒരു ഹാഫ് ആൻ അവറിൽ എനിക്ക് വേറൊരു ടാസ്ക് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ അവരാരും നിങ്ങളെ വിളിക്കാതിരിക്കില്ല അല്ലെ. ലോങ് അവേഴ്സ് നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഐഡിയൽ ആയിട്ടിരിക്കുകയാണ് അല്ലെ, അല്ലാതെ വേറെ മൂവ്മെന്റ്സും കാര്യങ്ങളൊന്നും ബോഡിക്കില്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിന് തോന്നുന്നത് നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നില്ല, ഐഡിയലാണ്, സോ ഇത് റെസ്റ്റ് ടൈം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഉറക്കം വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നടന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ബുക്ക് എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പം നടക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഒന്നും അധികം മാറി പോവാതിരിക്കുക. നമ്മൾ ആ സ്റ്റഡി റൂമിൽ തന്നെ നമ്മൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് അവിടെ തന്നെ ഇരുന്നിട്ട് നടന്ന് പഠിക്കുക. ഇനി അതല്ല ഫ്രഷ് എയർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ഇനി അല്ല പുറത്ത് ഔട്ട്ഡോർ ഒക്കെ നല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എൻവയറമെന്റ് സെറ്റ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷൻ മാറി പോകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം. കുറേ നടക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കാലുവേദനയൊക്കെ പതിയെ വരാൻ തുടങ്ങും. ആ വേദനയിൽ നമ്മുടെ ഉറക്കം എവിടെയോ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. ഒരു 8 hours 10 hours ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇംപോസിബിൾ എന്ന് ഞാൻ പറയില്ല, പോസിബിൾ ആക്കാം. നമുക്ക് എക്സാമിന്റെ ടൈമൊക്കെ വന്നാൽ നമ്മളങ്ങനെ എത്രയോ പഠിച്ചിട്ടുണ്ട്, എത്രയോ ആൾക്കാർ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഈവൻ ഞാനും അങ്ങനെ പഠിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും പോസിബിൾ അല്ല എന്നുള്ളതാണ്. സോ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം ബ്രേക്സ് എടുക്കുക, ഒരു 10 to 15 minutes ബ്രേക്സ് എടുക്കുക. ആ സമയത്ത് സോഷ്യൽ മീഡിയ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു കോൾ ചെയ്താലും അതും ഒരു 5 to 10 minutes എക്സ്റ്റെൻഡ് ചെയ്യാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ അതും നിങ്ങളെ നന്നായിട്ട് ഈ ഉറക്കത്തിന്റെ ആ ഒരു മൂഡും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം നോക്കേണ്ടത്, ഒരിക്കലും അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു കോളായിരിക്കരുത്. എപ്പോഴും അതൊരു പോസിറ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോളായിരിക്കണം. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് വി ഷുഡ് ഈറ്റ് ഹെൽത്തി ആൻഡ് ഡ്രിങ്ക് ലോഡ് ഓഫ് വാട്ടർ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആ സമയത്ത് ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നല്ല, കഴിക്കാം. പക്ഷെ ഹെവി ആയിട്ട് സ്റ്റമക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കഴിച്ചാൽ നമ്മൾ പോയി ഉറങ്ങല്ലാതെ വേറെ നിവർത്തിയില്ല. സോ അങ്ങനെ കഴിക്കാതിരിക്കുക. അതുപോലെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഓരോ അസുഖം വരുത്തി വെക്കും. സോ നമുക്ക് എക്സാം ഒക്കെ എഴുതാനുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. സ്നാക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഫൈനലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രോപ്പർ സ്ലീപ്പ് വേണം എന്നുള്ളത്. അതായത് അറ്റ് സ്ട്രെച്ച് കണ്ടിന്യൂസ് ആയിട്ട് 5 to 7 hours രാത്രി സമയങ്ങളിൽ നന്നായിട്ട് ഉറങ്ങുക, എന്നിട്ട് എഴുന്നേറ്റിട്ട് പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നുള്ളതാണ് സത്യം. സോ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.